ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ 2 സ്ട്രൈക്കർമാരും ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് ഒരു നല്ല സ്ട്രൈക്കറെ ഇപ്പോൾ നിർബന്ധമാണ്. ഹൂലിയൻ ആൽവറസിന് വേണ്ടി ഒരു ഭാഗത്ത് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാഴ്സയ്ക്ക് ഹൂലിയനെ കൈമാറില്ല എന്ന ഒരു നിലപാടിലാണ് അത്ലറ്റിക്കോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കപ്പ് ആയിക്കൊണ്ട് ചില ഓപ്ഷനുകൾ ബാഴ്സ പരിഗണിക്കുന്നുണ്ട്. അതിലൊരു താരമാണ് ലൂയിസ് സുവാരസ്. ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം ഇന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതായത് സ്പോർട്ടിംഗ് CPക്ക് വേണ്ടി കളിക്കുന്ന കൊളംബിയൻ താരമാണ് ലൂയിസ് സുവാരസ്, സ്ട്രൈക്കറാണ്. അദ്ദേഹത്തിൽ ബാഴ്സ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ നേരത്തെ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഫാബ്രിസിയോ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പോർട്ടിംഗ് CP ഈ താരത്തിന്റെ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കി. ഇദ്ദേഹത്തെ വിൽക്കാൻ അവർക്ക് പ്ലാനുകൾ ഇല്ല. അവരുടെ പ്രൊജക്റ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമായിക്കൊണ്ടാണ് ലൂയിസ് സുവാരസിനെ സ്പോർട്ടിംഗ് CP ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ക്ലബ്ബുകൾക്ക് ഇദ്ദേഹത്തെ സൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് നൽകിക്കൊണ്ട് സൈൻ ചെയ്യാം എന്ന ഒരു നിലപാടാണ് സ്പോർട്ടിംഗ് CP ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് 80 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ്. ബാഴ്സയ്ക്ക് ഇദ്ദേഹത്തെ സ്വന്തമാക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ 80 മില്യൺ യൂറോ റിലീസ് ക്ലോസ് നൽകിക്കൊണ്ട് ഇദ്ദേഹത്തെ സ്വന്തമാക്കാം. അല്ലാത്ത പക്ഷം ഇദ്ദേഹത്തെ വിൽക്കാൻ ഒരുക്കമല്ല, ഉദ്ദേശമില്ല എന്നാണ് സ്പോർട്ടിംഗ് CP ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തുർക്കി ക്ലബ്ബായ ഫെനർബാഷെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അവരോടും ഈ ഒരു നിലപാട് തന്നെയാണ് സ്പോർട്ടിംഗ് CP ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സ്ട്രൈക്കറെ കിട്ടണമെങ്കിൽ ബാഴ്സ 80 മില്യൺ യൂറോ മുടക്കേണ്ടി വരും. നമുക്കറിയാം, അത്രയധികം തുകയൊന്നും ഈ താരത്തിന് വേണ്ടി ബാഴ്സ മുടക്കാൻ സാധ്യതയില്ല. നിലവിൽ റോഡ്രിക്ക് വേണ്ടി തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും ബാഴ്സയും തമ്മിൽ ഒരു തർക്കം തുടരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.